SIR ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. BLO ഒരാളുടെ 2 ഫോമാണ് ഇതേ രൂപത്തിൽ 2 ഫോമാണ് കൊണ്ടുവരിക. അതിൽ ഒന്നാമത്തെ ഫോം നമ്മൾ പൂരിപ്പിച്ച് വീട്ടിൽ തെളിവായി സൂക്ഷിക്കണം. രണ്ടാമത്തെ ഫോം BLO കൊണ്ടുപോവുകയും ചെയ്യും. നമുക്ക് പൂരിപ്പിക്കുന്നത് നോക്കാം. ഇതിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം, രണ്ടാമത്തെ ഭാഗം, മൂന്നാമത്തെ ഭാഗം. ഈ ഭാഗം എല്ലാവരും തീർച്ചയായും പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമാണ്. അതിൽ ജനനത്തീയതി, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, പിതാവിൻ്റെ പേര്, വോട്ടറുടെ പിതാവിൻ്റെ പേര്, അതേപോലെ പിതാവിൻ്റെ എപ്പിക് നമ്പർ. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ID കാർഡിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന FQJ 31 രൂപത്തിലുള്ള നമ്പറാണ് FQJ നമ്പർ. അതേപോലെ മാതാവിൻ്റെ പേര്, മാതാവിൻ്റെ എപ്പിക് നമ്പർ. ഇനി പങ്കാളിയുടെ പേര്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അവരുടെ പേര്, അവരുടെ എപ്പിക് നമ്പർ. ഈ ഭാഗം എല്ലാവരും പൂരിപ്പിക്കേണ്ട ഭാഗമാണ്. അത് കഴിഞ്ഞ് അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ അഥവാ 2002 വോട്ടർ പട്ടികയിൽ ഈ ആൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് പൂരിപ്പിക്കേണ്ടത്. അത് ആ വോട്ടറുടെ പേര്, ആ 2002 എന്താണോ എപ്പിക് നമ്പർ അത് ഈ ഭാഗത്ത് എഴുതുക. അതേപോലെ അതിലുള്ള ബന്ധുവിൻ്റെ പേര്, അത് ഉദാഹരണം 2002 വോട്ടർ പട്ടിക, ഇതിൽ ഒരു മുനീറ എന്നുള്ളൊരു പേര്, അതിൻ്റെ ബന്ധു അബ്ദുൽ ഹമീദ്, റിലേഷൻ ഫസ്റ്റ് ഈ കോളത്തിലുണ്ടാവും. അത് എന്താണ് റിലേഷൻ, പീന്ന് എഴുതിയിട്ടുണ്ട്, പിതാവ്. ഈ രൂപത്തിൽ തന്നെ നമ്മളിവിടെ ഫില്ല് ചെയ്യണം. ബന്ധുവിൻ്റെ പേര് അന്ന് ഏതാണോ അതേപോലുള്ള ബന്ധം, പിന്നെ ജില്ല, മലപ്പുറം ജില്ല, സംസ്ഥാനത്തിൻ്റെ പേരും എഴുതി. നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, അന്ന് ഏതാണോ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതാണ് എഴുതേണ്ടത്. ഇപ്പോൾ പെരിന്തൽമണ്ണ എന്നാണ് ഇവിടെ നമ്മുടെ 78ാം ബൂത്തിലുള്ളവർ എഴുതേണ്ടത്. നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, അത് 2002 വോട്ടർ പട്ടിക നോക്കി ഈ ഭാഗം പെരിന്തൽമണ്ണ മണ്ഡലത്തിൻ്റെ നമ്പർ AC കോഡ് 42, അതേപോലെ അതിൻ്റെ പാർട്ട് കോഡ് 78. അത് പല ഭാഗങ്ങളിലും പലതായിരിക്കും. ഈ ഭാഗം നമ്പർ എന്നാണ് പാർട്ട് കോഡ്. ഇവിടെ 78. പിന്നെ ക്രമ നമ്പർ, ഈ ഭാഗത്തുള്ള സീരിയൽ നമ്പർ, ആ കക്ഷി ഏത് ഭാഗത്താണോ ആ സീരിയൽ നമ്പറാണ് ഈ ഭാഗത്ത് എഴുതേണ്ടത്. അതേപോലെ മൂന്നാമത്തെ കോളം 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആൾ പൂരിപ്പിക്കേണ്ട ഭാഗമാണ്. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾ ഈ ഭാഗത്തും ഉൾപ്പെടാത്ത ആൾ പൂരിപ്പിക്കേണ്ടത് ഈ ഭാഗത്തുമാണ്. അതിൽ ആരാണോ ഈ വോട്ടറുടെ 2002 ഉൾപ്പെട്ടിട്ടുള്ളത്, അച്ഛനാണോ അമ്മയാണോ, അവരുടെ പേര് കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ പേരാണ് ഈ ഭാഗത്ത് എഴുതേണ്ടത്. അതേപോലെ അവരുടെ എപ്പിക് നമ്പറാണ് ഈ ഭാഗത്ത് എഴുതേണ്ടത്. ആ കോളത്തിൽ അവരുടെ ബന്ധുവിൻ്റെ പേരും അവരുടെ ബന്ധുവുമാണ് ഇതിൽ എഴുതേണ്ടത്. അതേപോലെ ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്. 2002 ആ കക്ഷി ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ അതിൻ്റെ പേരും അതേപോലെ നമ്പറും ഭാഗം നമ്പറും ക്രമ നമ്പറും അതാണ് എഴുതേണ്ടത്. അതിന് ശേഷം BLO ഇവിടെയും നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഇവിടെയുമാണ് ഒപ്പിടേണ്ടത്. അത് ഒരു കക്ഷിക്ക് തന്നെ എല്ലാവരുടെയും ഒപ്പും ഇടാവുന്നതാണ്.